കർഷക സമരം വീണ്ടും കരുത്താർജിക്കുമ്പോൾ ബി.ജെ.പി. സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊന്നും കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ല. സമരം ദില്ലിയിലേക്ക് ശക്തി പ്രാപിക്കാതിരിക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. കാരണം ദില്ലിയിൽ അടുത്ത മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് പുറത്ത് സമരം പിടിച്ചു നിർത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. എന്തായാലും നരേന്ദ്രമോദിയും ബി.ജെ.പിയും പ്രതീക്ഷിക്കുന്ന പോലെയല്ല. പഞ്ചാബിൽ നിന്നുള്ള വാർത്തകൾ പറയുന്നത് സമരം കരുത്താർജിക്കുകയാണ് എന്നതാണ്. കലപ്പയും ട്രാക്ടറും പ്ലക്കാർഡുകളുമായി കർഷകർ സമരരംഗത്ത് ഉറച്ചു നിൽക്കുമ്പോൾ മുൻകാലത്തേതുപോലെ അവഗണനയാണ് കേന്ദ്ര ഭരണാധികാരികൾ നിലവിൽ സ്വീകരിക്കുന്നതെന്നും കാണാൻ സാധിക്കും. 2020-21 കർഷക പ്രക്ഷോഭത്തിന് മുൻപിൽ മുട്ടുമടക്കിയതിന്റെ ജാള്യതയൊന്നും പ്രധാനമന്ത്രിയെയോ മന്ത്രിസഭയെയോ ഇപ്പോൾ ബാധിച്ചിട്ടില്ല. കർഷകർ ഉന്നയിക്കുന്ന വിഷയം അഭിമുഖീകരിക്കപ്പെടേണ്ടതാണ് എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബി.ജെ.പി. ഭരണകൂടം രാജ്യത്ത് ഇപ്പോൾ ചെയ്യുന്നത്. വിഷയം ഗുരുതരമാണെന്ന് കണ്ട് കർഷകരോട് കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്ത പഞ്ചാബ് സർക്കാരിന്റെ നടപടിയിലും സുപ്രീം കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കർഷകരുമായി അനുരഞ്ജനം പാടില്ല എന്ന നിലപാടാണ് പഞ്ചാബ് സർക്കാരിൻ്റെതെന്ന് കോടതി വിമർശിച്ചിരിക്കുകയാണ്. ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് കൊണ്ട് അദ്ദേഹം നിരാഹാരം ഉപേക്ഷിക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല. വൈദ്യസഹായം സ്വീകരിച്ചുകൊണ്ട് നിരാഹാരം തുടരാമെന്ന് ദല്ലേവാളിനെ സർക്കാർ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായാൽ ദല്ലേവാൾ നിരാഹാരം അവസാനിപ്പിക്കുമെന്നാണ് പഞ്ചാബിലെ എ.പി. സർക്കാർ കോടതിയെ അറിയിച്ചത്. ബി.ജെ.പിയുടെ കടുംപിടുത്തം മൂലം സമരം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് എ.പി. നേതാവ് കെജ്രിവാൾ രാഷ്ട്രീയ പ്രസ്താവനയും നടത്തിക്കഴിഞ്ഞു. കർഷക സമരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി സർക്കാർ അനുസരിക്കുമെന്നും അതനുസരിച്ച് നടപടിയെടുക്കുമെന്നുമാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ പറഞ്ഞത്. കർഷകരുമായി ചർച്ച നടത്തുന്നതിനുള്ള ഒരു സാധ്യതയും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിൽ ദൃശ്യമായില്ല എന്നിരിക്കെ സമരം ദില്ലിയിലെ തെരുവുകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കർഷക പ്രക്ഷോഭത്തിന്റെ ഫലമായി മുൻപ് പിൻവലിച്ച 3 കരിനിയമങ്ങൾ നയരൂപീകരണം എന്ന വ്യാജേന വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതിന്റെ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കാർഷിക വിപണന ചട്ടക്കൂടെന്ന പുതിയ നയരൂപീകരണത്തിലൂടെ അതേ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ മറികടന്ന് തന്നിഷ്ടപ്രകാരം കേന്ദ്രം തീരുമാനമെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവം നമ്മളെ അതാണ് പഠിപ്പിച്ചത്. 2021 സമരം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി കർഷകർക്ക് നൽകിയ ഉറപ്പുകളൊന്നും ഇനിയും കേന്ദ്രം പാലിച്ചിട്ടില്ല. കരാർ പ്രകാരം കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കി നിയമം പാസാക്കണമായിരുന്നു. ഈ ആവശ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ കർഷകർ സമരരംഗത്തിറങ്ങിയിരിക്കുന്നത്. സമരത്തെ നേരിടാൻ പുതുതായി അധികാരത്തിലേറിയ ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാർ വലിയ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.